സംസ്ഥാനത്ത് ഇന്നലെ വൈദ്യുതി ഉപഭോഗത്തിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തി. 113.26 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ജനങ്ങൾ ഉപയോഗിച്ചത്. അതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചേക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടിയാണ് വൈദ്യുതിയുടെ നിരക്ക് വർദ്ധിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, നമുക്കറിയാം ചൂട് കൂടിയൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ജനങ്ങളുടെ വൈദ്യുതി ഉപഭോഗം കൂടുകയാണ്. എന്നാൽ ഈ ഒരു വൈദ്യുതി ഉപഭോഗത്തെ പോലും മുതലെടുത്തുകൊണ്ട് കൊള്ളലാഭം കൊയ്യാനല്ലേ സർക്കാർ ശ്രമിക്കുന്നത്? വിഷ്ണു, നവംബർ മാസമാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. ഈ നവംബർ മാസത്തെ വർധനവ് ജൂൺ മാസത്തിൽ അവസാനിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് സർചാർജ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് വൈദ്യുതിയുടെ വില അല്ലെങ്കിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ചട്ടം പിന്മാറിയതോടെ ഈ വർധനവ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയാണ് വൈദ്യുതി പ്രതിസന്ധിയുമായി സംബന്ധിച്ച് ഉന്നതതല യോഗം ചേരുക. ഇതിൽ KSEBയുടെ ബോർഡിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഊർജ്ജ വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികൾ ഉണ്ടാവും. നിലവിൽ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതായത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന 3 മീറ്റിങ്ങുകളിലും മുഖ്യമന്ത്രി ഉൾപ്പെട്ടുകൊണ്ടായിരുന്നു മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ യോഗം നടന്നത്. ഈ യോഗത്തിൽ സർചാർജ് ഉൾപ്പെടെ അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉയർന്നെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അത് വേണ്ട എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പക്ഷേ ഇനി ഒരു പക്ഷേ 2023 മുതൽ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ 2023 അവസാന ഘട്ടം 2024 അവസാന ഘട്ടങ്ങളിൽ വർദ്ധിപ്പിക്കാനിരുന്ന സർചാർജ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനായിരിക്കും സാധ്യത. അപ്പോൾ നിലവിൽ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി തുക ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ യൂണിറ്റിന് 1-2 രൂപയുടെ കൂടെ വർധനവ് ഉണ്ടാവാൻ അല്ലെങ്കിൽ യൂണിറ്റിന് 1 രൂപയിലധികം വർധനവ് ഉണ്ടാവാനായിരിക്കും സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വർധനവ് എന്നൊരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ നിരക്ക് വർധനവ് എന്നതിലേക്ക് പോകും. നമുക്കറിയാം അവസാനമായി വർദ്ധിപ്പിച്ചത് 9 പൈസയായിരുന്നു വർദ്ധിപ്പിച്ചത്. അതിൽ നിന്നും പിന്നെ 14 പൈസയിലേക്ക് നീങ്ങുമെന്നൊരു അറിയിപ്പൊക്കെ ഉണ്ടായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട അത്തരത്തിലുള്ള ഈ വർധനവുകളിലേക്കൊന്നും പോയിട്ടില്ല. ഇനി ഒരു പക്ഷേ 1 മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു വർധനവ് എന്നൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നിരക്ക് വർധനവിലേക്ക് പോകും. നമുക്കറിയാം സംസ്ഥാനം ഒരു വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ച വരെ ഇന്നലെ വൈകുന്നേരം വരെ ആവശ്യം വന്നിരുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 5717 മെഗാവാട്ടാണ്. 2023 ഏപ്രിൽ മാസത്തിന്റെ അവസാന ആവശ്യം വന്നത് 5020 മെഗാവാട്ട് വൈദ്യുതി മാത്രമായിരുന്നു. അപ്പോൾ എത്രയാണ് കൂടിയതെന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇത്രയധികം വൈദ്യുതി ആവശ്യം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതിയുടെ ഉപയോഗവും കുത്തനെ വർദ്ധിക്കുകയാണ്. ഇന്നലെ ഉപയോഗിച്ച വൈദ്യുതി എന്ന് പറയുന്നത് 113.37 ദശലക്ഷം യൂണിറ്റ് ആണ്. അപ്പോൾ 100 ദശലക്ഷത്തിന് പുറമെ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് 100 ദശലക്ഷത്തിന് പുറത്താണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു വലിയ രീതിയിലുള്ള വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായി തന്നെ ഉണ്ട്. അതായത് നമുക്കറിയാം അമിത ചൂടാണ്. അതിനോടൊപ്പം തന്നെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല, ഡാമുകളിൽ വെള്ളം കുറവാണ്. പ്രധാനമായും ജലവൈദ്യുത നിലയങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന സംസ്ഥാനം. ആ സംസ്ഥാനത്ത് വരൾച്ച വളരെ രീതിയിൽ അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് തന്നെ വരൾച്ച ഈ മേഖലയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായി 3-ാം ദിവസവും 113 ദശലക്ഷം യൂണിറ്റിൽ തന്നെയാണ് വൈദ്യുതിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. അതും ഒരു പക്ഷേ പ്രതികൂലകരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ സർചാർജ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വൈദ്യുതിയുടെ നിരക്ക് വർദ്ധിപ്പിച്ച് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കി പുറമേ നിന്നും വൈദ്യുതി വാങ്ങാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് സർക്കാർ. ആ ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. നാളെയാണ് KSEBയുടെ ഉന്നതതല യോഗം ചേരുക, അല്ലെങ്കിൽ KSEB ഊർജ്ജ വകുപ്പും ചേർന്നുകൊണ്ടുള്ള യോഗം ചേരുക. ഈ യോഗത്തിൽ ഈ വ്യക്തമായിട്ടുള്ള ആവശ്യങ്ങൾ KSEBയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചേക്കും, പവർ കട്ട് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ടിൻഡു, മറ്റൊരു കാര്യം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും KSEBയുടെ ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് കാരണം നിരവധി ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പലരും KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും വളരെ വേറിട്ട രീതിയിലുള്ള
പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നൊരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നാളെ നടക്കുന്ന ചർച്ചയിൽ എന്തായിരിക്കും കൃത്യമായൊരു പരിഹാര മാർഗം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് ജനങ്ങളൊക്കെയും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഉപഭോഗം സാധാരണഗതിയിൽ കൂടുന്നൊരു സാഹചര്യമാണുള്ളത്. എന്നിരുന്നാൽ കൂടിയും ഈ ലോഡ് ഷെഡിങ് കൊണ്ട് മാത്രം കൃത്യമായൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ പോലും മുതലെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഈ പറഞ്ഞതുപോലെ നിരക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇത് വളരെയധികം ഒരു ഇരുട്ടടി തന്നെയാകില്ലേ ജനങ്ങൾക്ക്? തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യുതി അല്ലെങ്കിൽ പവർ കട്ട് എന്നൊരു മാർഗമാണ് KECB നേരത്തെ തന്നെ വൈദ്യുതി വകുപ്പിനോടും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോടും മുന്നോട്ട് വെച്ചെന്ന ആശയം. നിലവിലൊരു പവർ കട്ടിലൂടെ അല്ലെങ്കിൽ പവർ കട്ട് എന്നൊരു മാർഗത്തിലൂടെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ ഉണ്ടായിരുന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ പവർ കട്ട് അല്ലാതെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതല്ലാതെ സംസ്ഥാനത്ത് ഈ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഒരു വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാകില്ല എന്നാണ് KECBയുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യമെന്ന് പറയുന്നത്. നാളെ നടക്കുന്ന യോഗത്തിൽ പവർ കട്ട് പ്രധാന വിഷയമാകില്ല എന്നൊരു വാദമാണ് KECB ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത്. അതായത് പവർ കട്ടിനെ പറ്റിയിട്ടുള്ള ചർച്ചയല്ല നാളെ നടക്കുന്നത്, വൈദ്യുതി പ്രതിസന്ധിയെ പറ്റിയിട്ടുള്ള ചർച്ചയാണ്. ഒരുപക്ഷെ പുറത്തു നിന്നും അധിക വൈദ്യുതി വാങ്ങാനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിലും പ്രധാനമായും KECBയുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ പവർ കട്ട് തന്നെയാണ്. അരമണിക്കൂറെങ്കിലും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചെങ്കിലും അല്ലെങ്കിൽ ഈ നിലവിലെ പ്രതിസന്ധിയിൽ നിന്നും കുറച്ചെങ്കിലും പിന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് KECB കരുതുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൈദ്യുത ഉൽപാദന രംഗത്തെ പ്രശ്നങ്ങൾ തന്നെയാണ്. പല ഡാമുകൾ അല്ലെങ്കിൽ പല വൈദ്യുത നിലയങ്ങളിലെയും ജനറേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എത്ര തവണ അത് മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബോർഡും സർക്കാരും ഇടപെട്ടുകൊണ്ട് വ്യക്തമായ അല്ലെങ്കിൽ സർക്കാരും ഇടപെട്ടുകൊണ്ട് ശരിയായ രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഈ പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽ നമുക്ക് കാര്യക്ഷമമായിട്ട് പിടിച്ചു നിർത്താൻ സാധിക്കും. നമ്മൾ തന്നെ പുറത്തുവിട്ടിട്ടുള്ള വാർത്തയാണ് മൂലമറ്റം പവർ സ്റ്റേഷനിലെ ഈ ജനറേറ്ററുകൾ കംപ്ലൈന്റ് ആയ വിഷയം അല്ലെങ്കിൽ ആ തകരാറിലായ വിഷയം. ആ പവർ സ്റ്റേഷനിലെ ഈ ജനറേറ്ററുകൾ തകരാറിലായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അത് നന്നാക്കിയില്ല അല്ലെങ്കിൽ അത് ശരിയാക്കിയില്ല. പിന്നീട് വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് സർക്കാർ ബോർഡ് ഇടപെടുന്നത്. ആ സമയത്ത് അതായത് ഈ ജനറേറ്ററുകൾ കംപ്ലൈന്റ് ആയിരിക്കുന്ന സമയത്ത് സ്വകാര്യ കമ്പനികളെ ആശ്രയിക്കുന്ന സമയത്ത് നമുക്കറിയാം അധികമായിട്ടുള്ള തുക അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ക്രൈസിസ് ഇവിടെ ഉണ്ടാകുന്നു. ഈ ക്രൈസിസ് മാനേജ്മെന്റിൽ ബോർഡും സർക്കാരും കാര്യക്ഷമമായി ഇടപെടാത്തത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് ഒരു കാരണമാകും. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ചൂടുകാലം വരുമ്പോൾ അല്ലെങ്കിൽ വേനൽക്കാലം വരുമ്പോൾ മാത്രം വൈദ്യുതി പ്രതിസന്ധിയെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ മാത്രമേ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നൊരു തെറ്റിദ്ധാരണ പരത്തുമ്പോഴാണൊക്കെയാണ് ഈ വിഷയം ഇത്രയും ഗുരുതരമല്ലാത്ത രീതിയിൽ പോകുന്നത്. ഒരുപക്ഷെ ഒരു വർഷക്കാലം മുഴുവൻ എടുക്കുകയാണെങ്കിലും എത്ര തവണ KECBയിൽ ഇത്തരത്തിലുള്ള വൈദ്യുതി പ്രതിസന്ധി വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരാതെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ കാലം എടുക്കുകയാണെങ്കിൽ മുഴുവൻ സമയം KECBയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് സംബന്ധിച്ച് വൈദ്യുതി ഉൽപാദന രംഗത്തും വൈദ്യുതി വിതരണ രംഗത്തും ഒക്കെ വിതരണ രംഗത്തും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിൽക്കുന്നത്. കാലങ്ങളായിട്ട് ഈ പ്രതിസന്ധികളൊന്നും പരിഹരിക്കപ്പെടാതെ പോകുന്നതാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഘട്ടം വരുമ്പോൾ ഒരു വലിയ വേനൽ അല്ലെങ്കിൽ ഉഷ്ണതരംഗം പോലുള്ള വലിയൊരു ക്രൈസിസ് വരുമ്പോൾ ഒരുപക്ഷെ KECBക്ക് അത് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമാകുന്നത് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കൂടി പറയാം. വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.